സിറ്റി ഹീറോ ഷൊർണൂരിലൂടെ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം. സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ്. സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി മൊബൈൽസ്, ബൈപ്പാസ് റോഡ്, ഷൊർണൂർ. ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള കൊണ്ടയൂർ ഓങ്ങല്ലൂർ പാലം നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് അവലോകന യോഗം ചേർന്നു. യോഗത്തിന് ചേലക്കര MLA UR പ്രദീപ്, പട്ടാമ്പി MLA മുഹമ്മദ് മുഹ്സിൻ എന്നിവർ നേതൃത്വം നൽകി. ചേലക്കരയും പട്ടാമ്പിയും ബന്ധിപ്പിക്കുന്ന, പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയും പാലക്കാട് ജില്ലയും ബന്ധിപ്പിക്കുന്ന ഒരു പാലം കൊണ്ടയൂർ ഓങ്ങല്ലൂർ പാലം എന്നാണ്. ഓങ്ങല്ലൂർ കാരക്കാട് എന്നാണ് 2017-18 സാമ്പത്തിക വർഷത്തിൽ കിഫ്ബിയിൽ ഉൾപ്പെടുത്തി അന്ന് കൊടുത്തതാണ്. അപ്പോൾ പദ്ധതി അന്ന് അതിൻ്റെ തുടക്കം കുറിച്ച് 2 വശത്തും വരുന്ന സ്ഥലം ഭൂമി ഏറ്റെടുത്തുകൊണ്ടാണ് ഈ പാലം പണി റെയിൽവേ ക്രോസ് ചെയ്തുകൊണ്ട് നടത്താൻ പോകുന്നത്. അപ്പോൾ ആ 50 കോടി അതിൻ്റെ ആവശ്യമായ പ്രവൃത്തികൾ ഏതുവരെ ആയിട്ടുണ്ട്, ഇനി നമ്മളിതിൽ വേഗത്തിലാക്കാൻ എന്തെല്ലാം ചെയ്യണം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചേലക്കരയിൽ പ്രതിനിധിച്ച് ഞാൻ MLA-യും അതുപോലെ തന്നെ പട്ടാമ്പി MLA ശ്രീ മുഹ്സിനും ഇന്ന് ഒരുമിച്ച് ഇവിടെ യോഗം കൂടി അതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, ഉയർന്നതല ഉദ്യോഗസ്ഥന്മാരെല്ലാവരും അവർ നടത്തിയ പ്രവൃത്തി, ഇനി നടത്താൻ പോകുന്ന പ്രവൃത്തികളെ സംബന്ധിച്ചെല്ലാം ഒരു വിലയിരുത്തൽ ഇന്നിവിടെ നടത്തിയത്. ഇനിയും കുറച്ച് കടമ്പകൾ ഇവിടെ കിടക്കാണ്ട്. അവിടെ ഭൂമിയേറ്റുമായി ബന്ധപ്പെട്ട് ചില സാങ്കേതിക തടസ്സങ്ങൾ അവരോട് പറഞ്ഞു. അത് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരെ വെച്ച് ഒന്ന് അതിൻ്റെ യോഗം ചേർന്ന് ഒന്ന് വേഗത്തിലാക്കി കൊടുക്കാൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ന് പണികളെ സംബന്ധിച്ച് കല്ലിടൽ വരെ അവിടെ ആയിട്ടുണ്ട്. ഇനി ആ കല്ലിട്ട് അത് അളന്ന് ഏതെല്ലാം ഗുണഭോക്താക്കൾ അല്ലെങ്കിൽ ഏതെല്ലാം അതിൻ്റെ ഭൂമിയുടെ ഉടമസ്ഥന്മാർ അവരുമായി സംസാരിക്കുകയും അത് അവർക്ക് അതിൻ്റെ ഭൂമിയുടെ ന്യായവില കൊടുക്കേണ്ടതൊക്കെ ഉണ്ട്. അപ്പോൾ ഇരുവശത്തും വരുന്ന പുഴയുടെ അപ്പുറം ഇപ്പുറം വരുന്ന അതിൻ്റെ ഗുണഭോക്താക്കൾ കൊടുക്കാൻ. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് വേഗത്തിലാക്കാനും അത് എത്ര ആ കല്ലിട്ട് ഉള്ളിൽ എത്ര പേർക്ക് ഈ ഭൂമി നമുക്ക് ഈ പ്രവൃത്തിക്ക് വേണ്ടി ഏറ്റെടുക്കേണ്ടി വരും എന്നെല്ലാം വളരെ കൃത്യമായി അതിനെ അടയാളപ്പെടുത്തുകയും അതൊന്ന് അതിൻ്റെ കണക്കെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. തൃശൂർ ജില്ലയിലെ ദേശമംഗലം പഞ്ചായത്തിനെയും പാലക്കാട് ജില്ലയിലെ ഓങ്ങല്ലൂർ പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള കൊണ്ടയൂർ ഓങ്ങല്ലൂർ പാലം നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് കേരള റോഡ് ഫണ്ട് ബോർഡ് എഞ്ചിനീയർമാർ, തഹസിൽദാർമാർ, ദേശമംഗലം, ഓങ്ങല്ലൂർ എന്നീ പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളും പങ്കെടുത്ത അവലോകന യോഗം ചെറുതുരുത്തി ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ചേലക്കര MLA UR പ്രദീപ്, പട്ടാമ്പി MLA മുഹമ്മദ് മുഹ്സിൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്നു. കാലതാമസം കൂടാതെ പാലത്തിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ എത്രയും വേഗത്തിലാക്കാൻ യോഗത്തിൽ തീരുമാനമായി. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രാജേഷ്, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരായ കൃഷ്ണരാജ്, EI സജിത്, VG രഞ്ജിത്ത്, KC കൃഷ്ണകുമാർ, S ജേക്കബ്, CR ജയന്തി തുടങ്ങിയവർ പങ്കെടുത്തു. ചേലക്കര, പട്ടാമ്പി മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഓങ്ങല്ലൂർ പഞ്ചായത്തും ദേശമംഗലം പഞ്ചായത്തുമായിട്ട് ബന്ധിപ്പിക്കുന്ന പാലം അത് ബഡ്ജറ്റിൽ വന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ KRFBയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിസൈൻ ഫൈനലൈസ് ചെയ്തു. ലാൻഡ് അക്വിസിഷന് വേണ്ടിയിട്ടുള്ള ആരുടെയൊക്കെ ലാൻഡ് ആണ് പോകുന്നത്, ബൗണ്ടറി മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ലാൻഡ് അക്വിസിഷൻ നടപടിയുമായി ബന്ധപ്പെട്ടാണ് പോകുന്നത്. അപ്പോൾ തന്നെ നമ്മൾ 2 MLA-മാരും അതിൻ്റെ വർക്കിൻ്റെ റിവ്യൂ ആണ് ഇപ്പോൾ ഒന്ന് വിളിച്ചത്. ഈ റിവ്യൂവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ലാൻഡ് അക്വിസിഷനാണ് ഇപ്പോൾ കാലതാമസം എടുക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ അവിടുത്തെ ജനങ്ങളുമായി സംസാരിച്ചുകൊണ്ട് സൗജന്യമായിട്ട് സ്ഥലം വിട്ടുതരികയാണെങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ നിർമ്മാണം ആരംഭിക്കാം എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ അത് ജനങ്ങളോട് ചോദിക്കും. ജനങ്ങൾ പോസിറ്റീവായിട്ട് സൗജന്യമായിട്ട് സ്ഥലം വിട്ടുതരികയാണെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ പാലം നമുക്ക് യാഥാർത്ഥ്യമാക്കാം. അതല്ലെങ്കിൽ ലാൻഡ് അക്വിസിഷൻ ആക്ട് പ്രകാരം അതിൻ്റെ പ്രൊസീജിയറുമായി മുന്നോട്ട് പോയിക്കൊണ്ട് പിന്നെ അവർക്ക് പണം കൊടുത്തുകൊണ്ട് തന്നെ പിന്നീട് സ്ഥലം ഏറ്റെടുക്കേണ്ടത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും എടുക്കുന്ന കാലതാമസം അതിനെടുക്കും. അപ്പോൾ അത് പിന്നെ പരമാവധി സൗജന്യമായിട്ട് തന്നെ ആളുകൾ തരണമെന്നുള്ളതാണ് നമ്മൾ അഭ്യർത്ഥിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഓങ്ങല്ലൂർ പഞ്ചായത്തിലേക്ക് കിടക്കുന്ന കാരക്കാട് ഭാഗത്ത് ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി നമുക്കുള്ളത് റെയിൽവേ പിന്നെ അണ്ടർ പാസേജുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അഡീഷണലായിട്ട് റെയിൽവേയുടെ താഴെ, അതായത് നമ്മുടെ റെയിൽവേ സ്റ്റേഷന് താഴെ ഒരു അണ്ടർ പാസേജ് കൂടി പിന്നെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് റെയിൽവേക്ക് പ്രപ്പോസൽ കൊടുത്തു. അപ്പോൾ 15 കോടി രൂപയാണ് ഇപ്പോൾ അവർ റെയിൽവേ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത് കിഫ്ബി മുഖാന്തരം അതിനു വേണ്ടിയിട്ടുള്ള കൊടുക്കാനുള്ള നടപടി കൂടി സ്വീകരിക്കാനാണ് നമ്മൾ ഈ യോഗത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. റൈറ്റ് വിഷൻ ന്യൂസ്, ചെറുതുരുത്തി.